ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 24 ചൊവ്വാഴ്ചയാണ്. നിഫ്റ്റി അങ്ങനെ എല്ലാ ദിവസവും പുതിയ ഓൾ ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് 26,000 എന്ന ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ ടച്ച് ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ. കാരണം ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്കൊരു 70 മുതൽ 80 പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യ മണിക്കൂറിൽ തന്നെ നിഫ്റ്റി 26,000 എന്ന മാർക്ക് പിന്നിട്ട് കഴിയും. ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നാൽ വെള്ളിയാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി US മാർക്കറ്റുകളും യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത, കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തിൽ 93% F&O സെഗ്മെന്റിലെ വ്യാപാരികളും നഷ്ടത്തിൽ തന്നെ ആയിരുന്നു എന്ന് സെബിയുടെ ഒരു പഠന റിപ്പോർട്ട് വരുന്നു. വലിയ നഷ്ടത്തിന്റെ കണക്കുകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. കൂടാതെ US നിന്നും സെമി കണ്ടക്ടർ മേഖലയെ ബൂസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം ഒരു വലിയ വാർത്ത വരുന്നുണ്ട്. കൂടാതെ ഇന്ന് IPOസിന്റെ ഒരു ലിസ്റ്റിംഗ് ഉത്സവം കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വാർത്തകളിലേക്കും നമുക്ക് പോകാം. ഒത്തിരിയേറെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വാർത്തകളുമുണ്ട്. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. സെബിയുടെ ഭാഗത്ത് നിന്നും ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വീണ്ടും ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. റീറ്റെയിൽ വ്യാപാരികൾ ഇപ്പോഴും വലിയ നഷ്ടത്തിൽ തന്നെയാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ അതായത് F&O വിപണിയിലെ 93% റീറ്റെയിൽ വ്യാപാരികൾക്കും കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിൽ ശരാശരി 2 ലക്ഷം നഷ്ടമാണ് സംഭവിച്ചത്. ഫിനാൻഷ്യൽ ഇയർ 2022 ഫിനാൻഷ്യൽ ഇയർ 2024 ഇടയിൽ F&O സെഗ്മെന്റിൽ റീറ്റെയിൽ വ്യാപാരികൾക്ക് 1.81 ലക്ഷം കോടി രൂപയുടെ മൊത്തം നഷ്ടമുണ്ടായി. ഫിനാൻഷ്യൽ ഇയർ 2024 91.1% വ്യാപാരികൾക്കും പണം നഷ്ടപ്പെട്ടു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ F&O വിപണിയിലെ അപകട സാധ്യതകളെയും നിയന്ത്രണങ്ങളെയും കുറിച്ചുള്ള ആവശ്യകത എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ പഠന റിപ്പോർട്ട് പൂർത്തിയാക്കുന്നത്. നമുക്കിടയിലുള്ള ഒത്തിരിയേറെ പേർ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാതെ ഒത്തിരിയേറെ പണം നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. പ്രത്യേകിച്ച് പല ബിഗിനേഴ്സും ആദ്യം തന്നെ F&O സെഗ്മെന്റിൽ ട്രേഡ് ചെയ്താണ് തുടങ്ങുന്നത്. തുടർന്ന് അവർക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. അതോടുകൂടി അവർ സ്റ്റോക്ക് മാർക്കറ്റിനോട് തന്നെ ബൈ ബൈ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അതിന്റെ ബേസിക്സ് മുതൽ പഠിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ബിഗിനേഴ്സിന് നമ്മുടെ ഈ പുതിയ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായി അറിയാതെ ആരും ഒരുപാട് പണം ഇതിൽ നിക്ഷേപിക്കരുത്. ശ്രദ്ധാപൂർവം മാത്രം ട്രേഡ് എടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിൽ പല നിർണായകമായ കരാറുകളും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഇന്ന് US നിന്ന് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉള്ളത് ഇന്ത്യയും US സെമി കണ്ടക്ടർ കരാറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്ത്യയുടെ അർദ്ധജാലക നിർമ്മാണ ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു അർദ്ധജാലക ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കാൻ US ഇന്ത്യയും സമ്മതിച്ചു. ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ ഇലക്ട്രോണിക്സ് മേഖല $500 ബില്യൺ ഉയർത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ചൈനയ്ക്ക് ബദലായ ഒരു വലിയ ശക്തിയാവാനാണ് ഇന്ത്യ ഈ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇത് ഇന്ത്യൻ സെമി കണ്ടക്ടർ മേഖലയ്ക്കും അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലയ്ക്കും വളരെ വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, US സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുന്ദർ പിച്ചെ, ഗൂഗിൾ CEO, എൻവിഡിയയുടെ ജെൻസൺ ഹോങ്, എലി ലില്ലിയുടെ ഡേവിഡ് റിക്സ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ഒരു മീറ്റിംഗും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അടുത്തതായി ഇന്നൊരു ലിസ്റ്റിംഗ് ഉത്സവം നടക്കുന്ന ദിവസം തന്നെയാണ്. 8 കമ്പനികളാണ് ചൊവ്വാഴ്ച ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 3 മെയിൻ ബോർഡ് IPOകളും 5 SMEകളുമാണുള്ളത്. മെയിൻ ബോർഡ് ലിസ്റ്റിംഗുകളിലുള്ളത് ആർക്കേഡ് ഡെവലപ്പേഴ്സ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, വെസ്റ്റേൺ കാരിയേഴ്സ് ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി, നോർത്തേൺ ആർ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് ആയിട്ടുള്ള ഒരു കമ്പനിയുമാണ്. SMEകളുടെ ലിസ്റ്റിൽ വരുന്നത് പോപ്പുലർ ഫൗണ്ടേഷൻ, എൻവിറോടെക്, പെലേട്രോ ലിമിറ്റഡ്, ഡെക്കാൻ ട്രാൻസ്കോം, ഓസൽ ഡിവൈസസ് തുടങ്ങിയവയാണ്. ലിക്വിഡിറ്റി ഉള്ളതും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നതും കാരണം IPO വിപണിയിലെ കരുത്ത് ഇപ്പോൾ വർദ്ധിക്കുകയാണ്. IPO മാർക്കറ്റ് ഇനി അങ്ങോട്ട് ഫോക്കസിൽ തന്നെ ഉണ്ടായിരിക്കും. കാരണം ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികളായ ഹുണ്ടായി ഇന്ത്യ, സ്വിഗ്ഗി, NTPC ഗ്രീൻ തുടങ്ങിയ വലിയ കമ്പനികൾ ഇനിയും IPOയിലേക്ക് വരുന്നുണ്ട്. അടുത്തതായി കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. RRVUNL ഒരു സംയുക്ത സംരംഭ കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. ഇനി കരാറിന്റെ ഒരു ഉദ്ദേശം എന്നത് രാജസ്ഥാനിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ ബിസിനസ് ഏറ്റെടുക്കുക എന്നതാണ്. അടുത്തത് റിലയൻസ് പവർ ആണ്. റിലയൻസ് പവറിന്റെ പ്രൊമോട്ടറായ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ അതിന്റെ ഇക്വിറ്റി ഓഹരികൾ 600 കോടി രൂപ വർദ്ധിപ്പിക്കും. ഈ കൂട്ടിച്ചേർത്ത മൂലധനം റിലയൻസ് പവറിന്റെ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ മേഖലയിലെ പങ്കാളിത്തം വിപുലീകരിക്കാൻ സഹായിക്കും. അടുത്ത ഒരു അപ്ഡേറ്റ് ശ്രേയസ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയാണ്. ശ്രേയസ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് എന്ന കമ്പനി
അതിൻ്റെ പേര് ട്രാൻസ് വേൾഡ് ഷിപ്പിംഗ് ലൈൻസ് ലിമിറ്റഡ് എന്നാക്കി മാറ്റുന്നതിന് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്ന് അംഗീകാരം നൽകി. അടുത്തത് NBCCയുമായി ബന്ധപ്പെട്ടതാണ്. 1260 കോടി രൂപയുടെ വലിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. സെപ്റ്റംബർ 23-ന് ബാങ്ക് അതിൻ്റെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് ഇഷ്യൂ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ഷെയറിന് 109.16 എന്ന നിലയിലാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്. 2500 കോടി രൂപയുടേതാണ് QIP സൈസ്. മറ്റൊരു വാർത്തയുള്ളത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണവാതക ലേലത്തിൽ പൊതുമേഖല ഉടമസ്ഥതയിലുള്ള ONGC, ഓയിൽ ഇന്ത്യ, വേദാന്ത എന്നിവയുൾപ്പെടെ 4 ബിഡറുകളാണ് ഉള്ളത്. ONGC ഒറ്റയ്ക്ക് 14 ബ്ലോക്കുകൾക്കായി ലേലം വിളിക്കുകയും 4 എണ്ണത്തിന് മറ്റുള്ളവരുമായി പങ്കാളിത്തം നൽകുകയും ചെയ്തു. റിലയൻസ് BP ഒരു ബ്ലോക്ക് ഡീലുമായി ONGCയുമായി ചേർന്നു. വേദാന്ത 28 ബ്ലോക്കുകൾക്കും ബിഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് തങ്കമയിൽ ജ്വല്ലേഴ്സ് ആണ്. സെപ്റ്റംബർ 26-ന് ഫണ്ട് റൈസിംഗ് പരിഗണിക്കുന്നതിനായിട്ട് ബോർഡ് യോഗം ചേരും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, വോഡാഫോൺ ഐഡിയ, ആർത്തി ഇൻഡസ്ട്രീസ്, ബയോകോൺ, ചെമ്പൽ ഫെർട്ടിലൈസർ, GNFC, ഗ്രാനുൾസ് ഇന്ത്യ, LIC ഹൗസിംഗ് ഫിനാൻസ്, നാൽക്കോ, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെയിൽ എന്നിവയാണ്. ഇനി എല്ലാ ദിവസവുമുള്ള നമ്മുടെ ലൈവ് സെഷൻ രാവിലെ 11:30-നാണ് ആരംഭിക്കുന്നത്. 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലൈവായിരുന്ന് ട്രേഡ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ലൈവ് കാണാൻ സാധിക്കാത്ത നമ്മുടെ സ്റ്റുഡൻസിന് തൊട്ട് മുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തി നിഫ്റ്റിയും സെൻസെക്സും. പ്രധാനപ്പെട്ട ഫ്രണ്ട് ലൈൻ ഇൻഡെക്സുകളായ ഓട്ടോ, റിയാലിറ്റി, PSU എന്നിവ ഔട്ട് പെർഫോം ചെയ്തു. PSU ബാങ്ക് 4% ഉയർന്നത്. സ്റ്റോക്കുകളിൽ ഗ്ലെൻമാർക്ക് ഫാർമയെക്കുറിച്ച് നമ്മൾ ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതാണ്. സ്റ്റോക്ക് ഇന്നലെ 4% ഉയർന്നു. കല്യാൺ ജ്വല്ലേഴ്സ്, PC ജ്വല്ലേഴ്സ് എന്നിവ 5% നേട്ടമുണ്ടാക്കി. IT സ്റ്റോക്കുകൾ ഇന്നലെ അണ്ടർ പെർഫോം ചെയ്തു. തുടർച്ചയായ 8 ദിവസത്തെ നേട്ടത്തിന് ശേഷം CDSL ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിലേക്ക് 25,939-ൽ 148 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെയും വളരെ ശക്തമായ ഒരു റാലി തന്നെയാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. പുതിയ ഓൾ ടൈം ഹൈ ആയ 25,956 ഇന്നലെ നിഫ്റ്റിയിൽ ഹിറ്റ് ചെയ്തിരുന്നു. 26,000 പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു സൈക്കോളജിക്കൽ ലെവൽ തന്നെയാണ്. ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് വെച്ച് 26,000 ഒക്കെ സിമ്പിളായി തന്നെ നിഫ്റ്റി ക്രോസ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 26,000 ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഡെയിലി ചാർട്ടിൽ നിഫ്റ്റി എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല MACDയും RSIയും പോസിറ്റീവ് മൊമെന്റം തന്നെയാണ് കാണിക്കുന്നതും. ഇനി നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഉയർന്നത് 2% ഈ മാസം സെപ്റ്റംബർ മാസം മാത്രം 4.5% റിട്ടേൺ ആണ് നിഫ്റ്റി നൽകിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ കോഷ്യസ് ആയി ഇരിക്കേണ്ടതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനൊക്കെ സാധ്യതയുള്ള ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 26,000 ആണ്. അതിനുശേഷം 26,500 സ്ട്രൈക്കും അതിനുശേഷം 26,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 ആണ്. അതിനുശേഷം 25,500 സ്ട്രൈക്കും അതിനുശേഷം 25,700 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,700-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,950 സ്ട്രൈക്കിൽ 1,079% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണത്. എന്നാൽ കോൾ സൈഡിൽ 159% വർധനവ് മാത്രമാണുള്ളത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണത്. 25,900 സ്ട്രൈക്കിൽ 782% വർധനവ് പുട്ട് സൈഡിൽ ഒരു ശക്തമായ ലോങ് ബിൽഡപ്പ് ഉണ്ട്. എന്നാൽ വെറും 63% വർധനവ് മാത്രമാണ് കോൾ സൈഡിൽ കാണുന്നത്, ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പ്. അടുത്തത് 26,000 എന്ന പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ലെവലിൽ 109% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. മറ്റുള്ള 2 സ്ട്രൈക്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഒരു ലോങ് ബിൽഡപ്പ് മാത്രമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. 10% വർധനവ് കോൾ സൈഡിൽ കാണാം, ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്നും കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,105-ൽ 312 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 54,000 എന്ന മാർക്ക് ഇത് ആദ്യമായി ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്തിരിക്കുന്നു. അത് വലിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഏതായാലും ബാങ്ക് നിഫ്റ്റി 53,750 എന്ന സോൺ ബ്രേക്ക് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി കൂടുതൽ പവർഫുള്ളായി മാറി എന്ന് നമുക്ക് വിലയിരുത്താം.
ഡൗൺ സൈഡിൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞതുപോലെ 53,750 മുതൽ 53,500 വരെയുള്ള ലെവൽ തന്നെയാണ്. അപ്സൈഡിൽ 54,500 പ്രധാനപ്പെട്ട ഒരു ലെവലുമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം കോൾ സൈഡിൽ 56,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 55,000 സ്ട്രൈക്കും അതിനുശേഷം 54,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,000-ആണ്. അതിനുശേഷം 53,500 സ്ട്രൈക്കും അതിനുശേഷം 54,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,000-ഉമാണ്. ഇന്ത്യ വിക്സ് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്ത് 13.78-ലാണ്. 7.78% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 404 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 1,023 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇതോടെ FIS 26,740 കോടി രൂപയ്ക്ക് മുകളിൽ ഈ മാസം സെപ്റ്റംബർ മാസം ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്ത് കഴിഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ബൈയിങ് കൂടിയാണിത്. US മാർക്കറ്റിലേക്ക് ഫെഡറൽ റിസർവിന്റെ നിരക്ക് കുറയ്ക്കലിന് ശേഷം തിങ്കളാഴ്ചയും US മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ ഡൗ ജോൺസ് 0.15% ഉയർന്നു. S&P 500 0.28%, നാസ്ഡാക്ക് 0.14% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. ഫെഡറൽ റിസർവ് 50 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് കുറച്ചതിനെ കുറിച്ചുള്ള 3 റിസർവ് ബാങ്ക് പ്രസിഡന്റുമാരുടെ അഭിപ്രായങ്ങൾ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം തന്നെയാണ്. ഇന്നലെ അഭിപ്രായങ്ങൾ പറഞ്ഞ ഫെഡ് പ്രസിഡന്റുമാർ റാഫേൽ ബോസ്റ്റിക്, നീൽ കഷ്കരി, ഓസ്റ്റിൻ ഗോൾസ്ബി എന്നിവരായിരുന്നു. ഫെഡറൽ ഉദ്യോഗസ്ഥർ സെൻട്രൽ ബാങ്കിന്റെ വെട്ടിക്കുറയ്ക്കലിനെ പിന്തുണയ്ക്കുകയും ഈ വർഷം ബാക്കിയുള്ള കാലയളവിൽ കൂടുതൽ വെട്ടിക്കുറയ്ക്കലിന് പിന്തുണ നൽകുകയും ചെയ്തു. ഇനി S&P 500-ലെ 11-ൽ 8 സെക്ടറുകളും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എനർജി സ്റ്റോക്കുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1.31% ഉയർന്നു. ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ 0.25% ഇടിവ് നേരിട്ടു. സ്റ്റോക്കുകളിൽ ടെസ്ല 4.65% ഉയർന്നു. മെറ്റ പ്ലാറ്റ്ഫോം 0.6% നേട്ടവും ഉണ്ടാക്കി. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനിയുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 0.70% ഇടിഞ്ഞു. വിപ്രോ 0.62% ഇടിഞ്ഞത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.48% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 0.4%, റിലയൻസ് ഇൻഡസ്ട്രീസ് 1.32% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡൗ ജോൺസ് 0.10% ഇടിവിലും S&P 500 0.07% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തിങ്കളാഴ്ച ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.36% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.68% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.10% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.4% ഉയർന്നത്. വെള്ളിയാഴ്ച 1.9% നേട്ടമുണ്ടാക്കിയ ഓട്ടോ സെക്ടർ ഇന്നലെയും ഉയരുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.01% നേട്ടത്തിലും CAC 0.04% ഇടിവിലും FTSE ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ഫോക്കസിലുള്ളത് ചൈനീസ് മാർക്കറ്റ് തന്നെയാണ്. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന മറ്റ് നടപടികൾക്കൊപ്പം റിസർവ് റിക്വയർമെന്റ് റേഷ്യോ 50 ബേസിസ് പോയിന്റ്സ് വെട്ടിക്കുറച്ചിരിക്കുന്നു. ഏതായാലും ചൈനീസ് മാർക്കറ്റ് ഇന്ന് ഫോക്കസിലുണ്ടായിരിക്കും. മാത്രമല്ല ഓസ്ട്രേലിയൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ഇന്നാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 25,994 എന്ന നിലയിലാണ്. 35.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ആദ്യമായി 26,000 എന്ന മാർക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ക്രോസ് ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് 70 മുതൽ 80 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 1.67% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് നിരാശാജനകമായ യൂറോസോൺ ബിസിനസ് പ്രവർത്തന ഡാറ്റയും ദുർബലമായ ചൈനീസ് സമ്പദ് വ്യവസ്ഥയും ഡിമാൻഡിനെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചതിനാൽ തിങ്കളാഴ്ച എണ്ണവില ഇടിയുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $73.47 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.12% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $70.68 പെർ ബാരൽ എന്ന നിലയിൽ 0.44% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.